ഹായ് ഹലോ അലൈൻ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു പെൺകുട്ടി നിങ്ങൾ ആദ്യമായി കാണുവാണ്, അവൾ സിംഗിൾ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതോടൊപ്പം അവൾക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഇതറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 7 ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടിക്കോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു പെൺകുട്ടി സിംഗിൾ ആണോ, അല്ലെങ്കിൽ ഇനി അവൾക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അവളുടെ ബോഡി ലാംഗ്വേജ് ആണ്. അതായത് ഒരു പെൺകുട്ടി ഒളികണ്ണൊക്കെ ഇട്ടിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ നോക്കുകയോ അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റ് നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് ചിരിക്കുകയോ സന്തോഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് സൈൻ തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ കാണുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് ഒളിച്ചു നോക്കും. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും വേഗം അവളുടെ കണ്ണൊക്കെ മാറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഐ കോണ്ടാക്റ്റ് അവൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. പിന്നെ നിങ്ങളെ കാണുമ്പോൾ എപ്പോഴും ഇല്ലാത്ത രീതിയിൽ, അതായത് നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ സന്തോഷം വരികയാണ്, എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു ചിരി, ഒരു നാണം, ഇങ്ങനെയൊക്കെ അവൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു അവൾ സിംഗിളുമാണ്. അതോടൊപ്പം തന്നെ അവൾക്ക് നിങ്ങളെ ഇഷ്ടവുമാണ്. അതായത് ആ കുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, എൻഗേജ്മെന്റ് ആണ്. അതായത് നിങ്ങളും ആ പെൺകുട്ടിയുമായിട്ട് നേരിട്ട് കാണുമ്പോൾ ആദ്യം അവൾ സംസാരിക്കാൻ വേണ്ടി ഓടി വരും. അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അവളായിരിക്കും ഇങ്ങോട്ട് മെസ്സേജ് അയക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥം ആ ഒരു കുട്ടിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നതാണ്. അതായത് നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് സംസാരിക്കുകയും നിങ്ങൾക്ക് എപ്പോഴും ആദ്യമേ അവളാണ് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നത് എങ്കിൽ അവൾക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചാറ്റൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷൻ നിർത്തി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാലോ ആ ഒരു പെൺകുട്ടി വിടാതെ നിങ്ങളെ പിടിക്കും, വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു ബൈ അയക്കുമ്പോഴത്തേക്കും അവൾ ചോദിക്കും, ചായ കുടിച്ചോ, എന്തൊന്നും പറയാത്തെ. അപ്പോൾ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കും. ഇതേപോലെ തന്നെ നിങ്ങളെ ആ ചാറ്റിൽ നിന്നും ഇറങ്ങാൻ ആ ഒരു പെൺകുട്ടി സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആസ്കിങ് എബൌട്ട് യുവർ ലൈഫ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടി നിങ്ങളെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും നിങ്ങളോട് തന്നെ. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോൾ നിങ്ങൾ കമ്മിറ്റഡ് ആണോ അതോ നിങ്ങൾ സിംഗിൾ ആണോ, മുൻപ് റിലേഷൻ ഉണ്ടായിരുന്നോ, എന്തിനാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ആ ഒരു പെൺകുട്ടി ചോദിച്ച് മനസ്സിലാക്കും. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ അവൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് കയറാം. അതിനാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോംപ്ലിമെന്റ്സ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കോംപ്ലിമെന്റ്സ് തന്നുകൊണ്ടേ ഇരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ലുക്കിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ട്. നിന്നെ കാണാൻ നല്ല രസമുണ്ട്, നിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി നല്ല രസമുണ്ട്, നീ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കേൾക്കാൻ തന്നെ ഒരു രസമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ലുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോംപ്ലിമെന്റ്സ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ ടിപ്പ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ടൊരു കാര്യം കൂടി പറയട്ടെ. കമന്റ് ആണേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി ഹേർട്ട് എങ്കിലും കമന്റ് ആയിട്ട് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം നിങ്ങളുടെ ഒരു കുഞ്ഞു കമന്റും എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കമന്റ് ഇടണേന്ന്. അതുകൊണ്ട് കമന്റ് ഇടാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇട്ടോ. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ജലസിയാണ്. അതായത് അസൂയ. നിങ്ങൾ വേറെ ഗേൾസുമായിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ആകെ ഒരു കുശുമ്പ് തോന്നും. അതായത് അവളുടെ ആ ഫേസ് ഒക്കെ അങ്ങോട്ട് ചുളുക്കി പിടിക്കും.
എന്തെങ്കിലും ഇപ്പോൾ അവളുടെ കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ നുള്ളിക്കീറും. ഇപ്പോൾ ഒരു പേപ്പറോ എന്തെങ്കിലും അവളുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ ആ പേപ്പറൊക്കെ വലിച്ചു കീറും, പിച്ചി പിച്ചി ഇടും. അല്ലെങ്കിൽ ഇപ്പോൾ ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ഇപ്പോൾ തലയിൽ ഇടുന്ന എന്തെങ്കിലും ബുഷോ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കും. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് വേറെ മിണ്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതേപോലെ പേപ്പർ വലിച്ചു കീറുക, നിങ്ങളെ ദേഷ്യത്തിൽ നോക്കുക, മുഖമൊക്കെ ഒന്ന് ചുരുക്കി നിങ്ങളെ നോക്കുക, ഇങ്ങനെ ഒരു ദേഷ്യം ഒരു കുശുമ്പും ഒക്കെ നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6ാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, സോഷ്യൽ മീഡിയ ആണ്. അതായത് നിങ്ങളുടെ പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോസ് ഇതിനൊക്കെ ഒരു കുട്ടി ആദ്യം തന്നെ വന്ന് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് നിങ്ങളൊരു പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് അതിന് കമൻറ്റ് ചെയ്യുന്നു, അത് മൾട്ടിപ്പിൾ കമൻസ് ലൈക്ക് ചെയ്യുന്നു, അത് ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് തന്നെ ഷെയർ ചെയ്ത് അയക്കുന്നു. നിങ്ങളുടെ പോസ്റ്റിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അയച്ചിട്ട് പറയാണ്, ഓ ഇതിൽ നിന്നെക്കാൾ എന്ത് രസമാണ്, നിന്റെ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ആ ലൊക്കേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയും. നിങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ആ പെൺകുട്ടി നോക്കുമ്പോഴത്തേക്കും കുറേ അധികം കാര്യങ്ങൾ അതിൽ നിങ്ങളെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ വഴി ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ പോസ്റ്റിന് അമിതമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 6ാമത്തെ സൈന്. ഇനി 7ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 7ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫ്രണ്ട്സ് ബിഹേവിയർ ആണ്. അതായത് കൂട്ടുകാരിമാരുടെയൊക്കെ ഒരു പെരുമാറ്റം. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടെങ്കിൽ അത് അറിയാനുള്ള ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറയുന്നത് അവളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അതായത് നിങ്ങളോട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ക്രഷ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ കുട്ടീനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല, പക്ഷേ അവളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പകുതി കാര്യം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാകും. അതായത് നിങ്ങളെ കാണുമ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ വാ പൊത്തി ഇങ്ങനെ ചിരിക്കുകയാണ്, നല്ല ഒച്ചയ്ക്ക് വാ പൊത്തി ചിരിക്കും. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ചിരി നിർത്തും, എന്നിട്ട് ആ പെൺകുട്ടീനെ തോളുകൊണ്ട് ഇങ്ങനെ തോണ്ടും, പറഞ്ഞുള്ള രീതിയിൽ ഇങ്ങനെ തോണ്ടും. അതേപോലെ തന്നെ ആ പെൺകുട്ടിയെ നുള്ളും പിച്ചും കളിയാക്കൊക്കെ ചെയ്യും, നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ തിരിയുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു പെൺകുട്ടീനെ കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും, നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളെ എന്നിട്ട് കാണിച്ചൊക്കെ കൊടുക്കും. അതായത് നിങ്ങളിപ്പോൾ നടന്നു വരികയാണ്, നിങ്ങളിങ്ങനെ നേരെ നടന്നു വരുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ വായൊക്കെ പൊത്തി ചിരിക്കുന്നു, വല്ലാണ്ട് ഒച്ചയെടുക്കുന്നു, അവളെ തോണ്ടുന്നു, പിച്ചുന്നു, മാന്തുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടീനെ നോക്കിയിട്ട് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സിനെ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി കാര്യവും മനസ്സിലാവും. ഇതാണ് നമ്മുടെ ആ ഒരു 7 കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി സിംഗിൾ ആണോ അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ 7 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടീനെ തന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഡൗട്ട് കൊണ്ടൊക്കെ നടക്കുന്നവർ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.